നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. വീണ വിജയനെ വിളിച്ചു വരുത്തിയിട്ടുണ്ട് ഇ ഡി. വീണ വിജയനെ റെയ്ഡ് നടക്കുന്ന തിരുവനന്തപുരത്തെ ആ ബാങ്കിലേക്കാണ് ഇ ഡി വിളിച്ചു വരുത്തിയിരിക്കുന്നത്. ആ ബാങ്കിലേക്ക് വിളിച്ചു വരുത്തിയ ഇ ഡി കൃത്യമായി തന്നെ ലോക്കറിനകത്തുള്ള എല്ലാ വസ്തുക്കളും എടുത്ത് പുറത്തിട്ട് ഒരു തരി പോലും പിഴ ഉണ്ടാകാതെ ഓരോ വരികൾക്കിടയിലൂടെയും വായിച്ച് അതിന് കൃത്യമായ സംശയമുണ്ടെങ്കിൽ വീണയോട് ചോദിച്ച് അതിന്റെ സുതാര്യത ഉറപ്പാക്കി അതിന്റെ വ്യക്തത വരുത്തിയതിനു ശേഷം മാത്രമേ ഇ ഡി ഇന്ന് അവിടെ നിന്ന് പോവുകയുള്ളൂ എന്ന് വ്യക്തമാകുന്നുണ്ട്. ഇ ഡി വീണയെ വിളിച്ചു വരുത്തുകയാണ് ചെയ്തത്. എന്തായാലും ഈ സംഭവ വികാസങ്ങളൊക്കെ അരങ്ങേറുമ്പോൾ വീണയുടെ പിതാവായ പിണറായി വിജയൻ നിയമസഭയിലാണ്, പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ നിയമസഭയിലാണ്. ഇന്ന് നിയമസഭയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ വി ഡി സതീശൻ മുഖ്യമന്ത്രിയായി വന്നതിന് ശേഷം അല്ലെങ്കിൽ UDF സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷമുള്ള ആദ്യത്തെ ബഡ്ജറ്റാണ്. ധനമന്ത്രി വി ഡി സതീശനാണെന്ന് നമുക്കറിയാം. എന്തായാലും ധനമന്ത്രി പ്രഖ്യാപിച്ച ഈ പ്രഖ്യാപനങ്ങളെല്ലാം തന്നെ, അല്ലെങ്കിൽ ഈ പറയുന്ന ഈ ബഡ്ജറ്റിലുള്ള എല്ലാ പ്രഖ്യാപനവും തന്നെ കോർപ്പറേറ്റ് മേഖലയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രഖ്യാപനമാണ് എന്നാണ് പിണറായി വിജയൻ പറഞ്ഞു വെക്കുന്നത്. മാത്രമല്ല, ഇത് കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള, അവരെ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബഡ്ജറ്റാണ്. അതുമല്ല, നമുക്ക് വ്യക്തമാകുന്ന സാഹചര്യം നോക്കുകയാണെങ്കിൽ ഇത് പഴയ കാര്യങ്ങൾ തന്നെയാണ്. പഴയ കാര്യങ്ങൾ പുതിയ കുപ്പിയിലാക്കി, പഴയ വീണ പുതിയ കുപ്പിയിലാക്കി കാണിക്കുന്നു. LDF സർക്കാർ ഉണ്ട്, രണ്ടാം LDF സർക്കാരിന്റെ കാലത്ത് LDF സർക്കാർ പറഞ്ഞു വെച്ച ബജറ്റിലെ കാര്യങ്ങൾ മാത്രമാണ് ഇപ്പോഴുള്ളത് എന്നും പറയുന്നുണ്ട്. എന്തൊരു വിരോധാഭാസമാണ് ഈ മുൻ മുഖ്യമന്ത്രി പറയുന്നതെന്ന് മനസ്സിലാകുന്നില്ല. വി ഡി സതീശൻ പ്രഖ്യാപിച്ചത് ഒരു കോർപ്പറേറ്റ് ബഡ്ജറ്റാണ് എന്ന് പറയുകയും അതേസമയം കഴിഞ്ഞ വർഷത്തെ അതേ കാര്യങ്ങൾ തന്നെയാണ് ഈ വർഷവും പറയുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും വീണ വിജയന്റെ ഈ റെയ്ഡുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചോദിച്ചപ്പോൾ നിങ്ങളും ക്യാമറയും കൊണ്ട് പോകൂ, പോയിട്ട് അറിയൂ അവിടെ എന്താണ് സംഭവിക്കുന്നത് നോക്കൂ, ലോക്കർ തുറക്കുമ്പോൾ വല്ല വിസ്മയവും സംഭവിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ പരിശോധിക്കൂ എന്നാണ് മുൻ മുഖ്യമന്ത്രിയുള്ള പിണറായി വിജയൻ പറയുന്നത്. എന്തായാലും CMR എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസിൽ വീണ ടിയുടെ ബാങ്ക് ലോക്കർ തുറന്നു പരിശോധിക്കുന്നു. HDFC ബാങ്കിലെ ലോക്കറാണ് ഇ ഡി ഉദ്യോഗസ്ഥർ തുറന്നു പരിശോധിക്കുന്നത്. ഇ ഡി സംഘം തിരുവനന്തപുരം MG റോഡിലുള്ള HDFC ബാങ്കിലാണ് എത്തിയത്. CRPF ഉദ്യോഗസ്ഥരുടെ കാവലിലാണ് ഇ ഡി ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്ക് എത്തിയിരിക്കുന്നത്. നേരത്തെ വീണയെ കൊച്ചിയിലെ ഇ ഡി ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തിരുന്നു. കേസിൽ കൂടുതൽ വിവരങ്ങൾ തേടുന്ന ഇ ഡി വീണയെ വീണ്ടും ചോദ്യം ചെയ്തേക്കും. ഇതിനായി ഉടൻ തന്നെ വീണയ്ക്ക് സമൻസ് നൽകുമെന്നാണ് അന്വേഷണ ഏജൻസിയിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന സൂചന. കൊച്ചിയിലെ ഇ ഡി ഓഫീസിൽ കഴിഞ്ഞ ദിവസം നടന്ന 8 മണിക്കൂറിലധികം നീണ്ട ചോദ്യം ചെയ്യലിന് പിന്നാലെയാണ് വീണ്ടും ഹാജരാകാൻ ആവശ്യപ്പെടുന്നത്. ആദ്യഘട്ട ചോദ്യം ചെയ്യലിൽ ലഭിച്ച മറുപടികളിൽ പലതും തൃപ്തികരമല്ലെന്നാണ് ഇ ഡിയുടെ വിലയിരുത്തൽ. CMRലിന് ഏതെങ്കിലും തരത്തിലുള്ള സേവനങ്ങൾ നൽകിയതായി തെളിയിക്കുന്ന രേഖകളൊന്നും ഹാജരാക്കാൻ വീണയ്ക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് ഇ ഡി ചൂണ്ടിക്കാട്ടുന്നു. CMRൽ പ്രതിനിധികളുമായി നേരിട്ടായിരുന്നു ചർച്ചകൾ നടത്തിയത് എന്നും അത്തരത്തിലുള്ള ഗൈഡൻസുകളാണ് നൽകിയത് എന്നുമാണ് വീണയുടെ മൊഴി. എക്സാലോജിക് എന്ന കമ്പനി നിലവിൽ പ്രവർത്തനക്ഷമമല്ലാത്തതിനാൽ അത്തരം സേവനങ്ങൾ സംബന്ധിച്ച കൂടുതൽ രേഖകൾ കൈവശമില്ലെന്നും അവർ വിശദീകരിച്ചു. എന്നാൽ ഇല്ലാത്ത സേവനത്തിനാണ് പണം കൈമാറിയത് എന്ന സീരീസ് ഫോർ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ കണ്ടെത്തലുകളെ ശരിവെക്കുന്ന നിഗമനത്തിലേക്കാണ് ഇ ഡിയും നീങ്ങുന്നത്. CMRലിൽ നിന്ന് 1.72 കോടി രൂപ വീണയിലേക്കും എക്സാലോജിക്കിലേക്കും എത്തിയതിന്റെ വിനിയോഗം സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങൾ കൈമാറാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. കൂടാതെ CMRലിന്റെ അനുബന്ധ സ്ഥാപനമായ EICPL വീണയുടെ കമ്പനിക്ക് നൽകിയ വായ്പയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്കും വ്യക്തമായ മറുപടി ഉണ്ടായിരുന്നില്ല. വീണ നൽകിയ മൊഴികളിൽ ഗൗരവകരമായ പൊരുത്തക്കേടുകൾ ഉണ്ടെന്നും ഇത് ആഴത്തിൽ പരിശോധിക്കേണ്ടതുണ്ടെന്നും ഇ ഡി അധികൃതർ വ്യക്തമാക്കുന്നു. CMRൽ നിന്ന് 2.78 കോടി രൂപ പ്രതിഫലം കൈപ്പറ്റിയത് ഈ സോഫ്റ്റ്വെയർ പരിപാലന സേവനങ്ങൾ നൽകിയതിനാലാണ് എന്ന് വീണ മറുപടി നൽകിയെന്നാണ് സൂചന. കമ്പനി പൂട്ടിയതിനാൽ സേവനങ്ങളുടെ വിശദാംശങ്ങളോ തെളിവുകളോ കൈവശമില്ലെന്നും പറഞ്ഞിരുന്നു. ബാങ്ക് അക്കൗണ്ടുകളിൽ എവിടെ നിന്നെല്ലാം പണം ലഭിച്ചു, എങ്ങനെ ചെലവഴിച്ചു തുടങ്ങിയവയിൽ വിശദീകരണം ആവശ്യപ്പെട്ടു. പലതിനും വ്യക്തമായ മറുപടി ലഭിച്ചില്ലെന്നും വിവരമുണ്ട്. കേസുമായി ബന്ധപ്പെട്ട് SFIO തയ്യാറാക്കിയ കുറ്റപത്രത്തിലെ അനുബന്ധ രേഖകൾ ഉടൻ തന്നെ ഇ ഡിക്ക് ലഭ്യമാകും. ഈ രേഖകൾ കൂടി പരിശോധിച്ച ശേഷമായിരിക്കും വീണയെ വീണ്ടും വിശദമായി ചോദ്യം ചെയ്യുക. ഇതിനോടകം തന്നെ CMRലിലെ ജോയിന്റ് MD ശരൺ കർത്ത, ഡയറക്ടർ ജയ കർത്ത, ഷിബി കർത്ത എന്നിവരെ ഇ ഡി ചോദ്യം ചെയ്തിട്ടുണ്ട്. വരും ദിവസങ്ങളിലും കൂടുതൽ CMRൽ ഉദ്യോഗസ്ഥരെ വിളിപ്പിക്കാനാണ് അന്വേഷണ സംഘത്തിന് തീരുമാനമെന്നാണ് വിവരം. സംസ്ഥാന സർക്കാരിന്റെ പുതിയ ബജറ്റിന്റെ കാർഷിക മേഖലയെയും പരമ്പരാഗത വ്യവസായങ്ങളെയും പൂർണ്ണമായി അവഗണിച്ചു എന്നാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറയുന്നത്. റബ്ബർ, കശുവണ്ടി, നെല്ല് തുടങ്ങിയ കാർഷിക മേഖലയ്ക്ക് യാതൊരു ആശ്വാസവും നടപടികളും ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടില്ല. മുൻ സർക്കാർ നടപ്പിലാക്കിയ ക്ഷേമ വികസന പദ്ധതികളിൽ നിന്ന് പിന്നോട്ട് പോകുന്ന സമീപനമാണ് പുതിയ ബജറ്റിലുള്ളത്. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനുള്ള തുടർ നടപടികളെക്കുറിച്ച് ബജറ്റിൽ യാതൊരു പരാമർശവും ഇല്ലെന്നും പിണറായി
നൽകുന്നതായി പറഞ്ഞു. പഴങ്ങളിൽ നിന്ന് മദ്യം ഉൽപ്പാദിപ്പിക്കാൻ ചെറുകിട മേഖലയെ അനുവദിക്കുന്നതിന് പകരം വൻകിട മദ്യ കമ്പനികൾക്ക് അനുകൂലമായ തീരുമാനങ്ങളാണ് ബജറ്റിലുള്ളത്. കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾ പിന്തുടർന്ന് സംസ്ഥാനത്തും സ്വകാര്യവൽക്കരണത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുന്നുണ്ട്. അതുപോലെ തന്നെ റെയർ എർത്ത് ക്രിട്ടിക്കൽ മിനറൽസ് കോറിഡോർ മിഷൻ സമുദ്ര തുടങ്ങിയ പദ്ധതികളിലൂടെ ഖനനവും തീരദേശവും സ്വകാര്യ മേഖലയ്ക്ക് തുറന്നു കൊടുക്കാനുള്ള നീക്കങ്ങൾ നടക്കുകയാണെന്നും പിണറായി പറഞ്ഞു. എന്തായാലും മുൻ മുഖ്യമന്ത്രിയും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവുമായി പിണറായി വിജയന്റെ പ്രതികരണം ഒന്ന് കേൾക്കാം. അതിനെന്താ, അത് അന്വേഷണം നേരത്തെ തുടങ്ങുന്നതല്ലേ? അവര് വീട്ടിൽ വന്നിട്ടില്ലേ? അവര് വീട്ടിൽ വന്നതല്ലേ? അല്ല, അവര് വീട്ടിൽ വന്നതല്ലേ? ആ വീട്ടിൽ വന്നപ്പോൾ അവിടെ ഒരു ബാങ്ക് ലോക്കർ ഉണ്ട്. ബാങ്ക് ലോക്കർ അവർക്ക് കാണണമായിരിക്കും. നിങ്ങളും ക്യാമറയും കൊണ്ട് ചെന്ന് നോക്കുക, എന്തെങ്കിലും കിട്ടുമെന്നുള്ളത്. ലോക്കർ തുറക്കുമ്പോ മഹാകാര്യങ്ങൾ ഉണ്ടോ എന്ന് നോക്കാലോ. വേണമെങ്കിൽ വിസ്മയം ഉണ്ടോ എന്ന് നോക്കാലോ. അവിടെ പോയി നോക്കി പോട്ടെ. ശരി. മുൻ സർക്കാരിനെ കുറ്റപ്പെടുത്താൻ ബജറ്റ് ശ്രമിക്കുന്നതും ഇതേ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ടാണ്. ധവളപത്രം വികസനക്ഷേമ പദ്ധതിയിൽ നിന്ന് വരുന്ന വർഷങ്ങളിൽ ഒഴിഞ്ഞു നിൽക്കാനുള്ള ഒരുതരം മുൻകൂർ ജാമ്യമെടുക്കലായിരുന്നുവെന്ന് ഇപ്പോൾ വ്യക്തമാവുകയാണ്. സർക്കാരിൻ്റെ സ്വാഭാവിക ബാധ്യതകളുണ്ട്. ആ സ്വാഭാവിക ബാധ്യതകളെ പെരുപ്പിച്ച് കാട്ടുക, വരവിൽ ഉണ്ടാകുന്ന വർധനവ് മറച്ചു പിടിക്കുക, ഇതൊക്കെ ബോധപൂർവം തന്നെ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. സാധാരണ ബജറ്റുകളിലെ വകുപ്പുകൾക്കുള്ള അലോക്കേഷൻ വലിയ വ്യത്യാസമില്ലാതെ പുനഃക്രമീകരിക്കുന്ന നിലയാണുണ്ടായിട്ടുള്ളത്. ഒരു പ്രത്യേകത വന്നിട്ടുള്ളത്, കേരളമാകെ ഒരു നവകേരള സ്വപ്നം കൊണ്ടാണെന്താണ്, അത് പൂർണ്ണമായി കൈയൊഴിയുന്ന നിലയാണ് വന്നിട്ടുള്ളത്. അതോടൊപ്പം ഭാവി കേരളത്തെ രൂപപ്പെടുത്താനുള്ള ഒരു ബ്ലൂ പ്രിന്റും ഇതിൽ കാണാനില്ല. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, LDF സർക്കാർ സ്വീകരിച്ചൊരു ദ്വിമുഖ സമീപനമുണ്ട്. അതൊന്ന് ക്ഷേമ ആശ്വാസ നടപടികളായിരുന്നു, അതോടൊപ്പം തന്നെ വികസന നടപടികൾ. ഈ ദ്വിമുഖ സമീപനം പൂർണ്ണമായി കൈയൊഴിയുന്ന നിലയാണ് ഇപ്പോൾ അവതരിപ്പിച്ച ബജറ്റിലുള്ളത്. അതോടൊപ്പം തന്നെ നേരത്തെയുള്ള ബജറ്റിലെ LDF അവതരിപ്പിച്ച ബജറ്റിലെ കാര്യങ്ങൾ പലതും ആവർത്തിച്ചിട്ടുമുണ്ട്. ഇപ്പോൾ വിഴിഞ്ഞം നാവായിക്കുളം ഔട്ടർ റിംഗ് റോഡ് പോലുള്ളവ അതിൻ്റെ ഉദാഹരണങ്ങളായി കാണാവുന്നതാണ്. മറ്റൊരു പ്രത്യേകത, നേരത്തെയുള്ള ചില പ്രഖ്യാപനങ്ങൾ അവ പേര് മാറ്റി പുതിയ പേരിൽ അവതരിപ്പിച്ചിരിക്കുന്നു എന്നതാണ്. എന്നാൽ കേരളം അടുത്ത കാലത്തായി ലോകം ശ്രദ്ധിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയത് നാം അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം ചെയ്തതിലൂടെയാണ്. അതുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ നടപടികൾ തുറന്നു സ്വീകരിക്കേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങളെക്കുറിച്ച് ഒരു പരാമർശവും ഇതിനകത്ത് കാണാനില്ല.